ഫസ്റ്റ് ഓൺ 24 കൊച്ചി കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മരണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. സൂരജ് ലാമ ഇന്ത്യയിൽ എത്തിയതു മുതൽ മൃതദേഹം കണ്ടെത്തിയതുവരെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തണം എന്നാണ് നിർദ്ദേശം. തിരോധാന കേസ് SIT അന്വേഷിക്കും. SITക്ക് DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നേതൃത്വം നൽകണമെന്നും കോടതി. വിഷ്ണു സുരേഷാണ് ചേരുന്നത് വിവരങ്ങളുമായി. വിഷ്ണു, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ കാലതാമസം എടുത്തപ്പോഴും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായിരുന്നു. എത്ര മണിക്ക് മരിച്ചു, മരണകാരണം എന്ത്, ഇതൊക്കെ തന്നെ ഇത്തരം രേഖകളെല്ലാം ലഭിക്കണം. അതിൽ കാര്യമായ അന്വേഷണം നടത്തണം. എന്താണ് വീഴ്ച സംഭവിച്ചതെന്ന് കണ്ടെത്തണം. ഇപ്പോൾ കോടതി വീണ്ടും ഒരു പരാമർശവും അതിരൂക്ഷ വിമർശനം വീണ്ടും വരുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന്. പറയൂ വിഷ്ണു. സൂരജ് ലാമ തിരോധാന കേസ് ഹൈക്കോടതി പരിഗണിച്ച വേളയിലെല്ലാം ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം പോലീസിനെതിരെയും കേരളത്തിലെ സംവിധാനങ്ങൾക്കെതിരെയും ഉയർത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ മൃതദേഹം ലഭിക്കുകയും പിന്നീട് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്ന ഘട്ടത്തിലും കോടതി പല ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നിപ്പോൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതിക്ക് മുമ്പാകെ വന്നു. ഒപ്പം ഹൈക്കോടതി ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നു. സൂരജ് ലാമ ഇന്ത്യയിൽ എത്തിയത് മുതൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് വരെയുള്ള കാര്യങ്ങൾ അവിടെയെല്ലാം ഗുരുതര വീഴ്ച സംവിധാനത്തിന് വന്നിട്ടുണ്ട്. അത് തുടക്കം എയർപോർട്ടിലാണ്, പിന്നീട് അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വരെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഹൈക്കോടതി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂരജ് ലാമ എത്തിയത് മുതൽ മൃതദേഹം കണ്ടെത്തിയത് വരെയുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. SIT അതിനുവേണ്ടി രൂപീകരിക്കണം. IG റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ SIT ഹെഡ് ചെയ്യണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ തിരോധാന കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു SIT രൂപീകരിച്ചിരുന്നു. അതിന് ആലുവ DYSP ആയിരുന്നു നേതൃത്വം കേസിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. വിഷ്ണു സുരേഷാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്നും ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.